بسم الله والحمد لله والصلاة والسلام على رسول الله. الدرس السابع والعشرون. المدرس متى جئت من جدة يا خالد؟ നീ ജിദ്ദയിൽ നിന്ന് എപ്പോഴാണ് തിരിച്ചു വന്നത് ഓ ഖാലിദ്? അപ്പോൾ ഖാലിദ് പറഞ്ഞു ജിത്തു അംസി, ഞാൻ ഇന്നലെ എത്തി. അദ്ദേഹം ചോദിച്ചു അജാ ഇബ്രാഹിം മഅക്, ഇബ്രാഹിം നിന്റെ കൂടെ വന്നോ? അപ്പോൾ ഖാലിദ് പറഞ്ഞു ലം യജി ബഅദു, ഇല്ല ഇതുവരെ എത്തിയിട്ടില്ല. സയജിഉൽ യൗമ ഔ ഗദൻ ഇൻഷാ അല്ലാഹ്, ഇന്നോ നാളെയോ അവൻ എത്തും ഇൻഷാ അല്ലാഹ്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഫിഅല് ജാ എന്നുള്ള ഫിഅലാണ്. ഈ ഫിഅൽ നോക്കുമ്പോൾ അതിൻ്റെ ഐനുൽ കലിമ അഥവാ മിഡിൽ ലെറ്റർ, സെക്കൻഡ് ലെറ്റർ ആണ് ഇവിടുത്തെ ഹർഫുൽ ഇല്ലയാണ്. ഇവിടെ മുമ്പത്തെ പാഠത്തിൽ പഠിച്ചു മിസാൽ, അത് ആദ്യത്തെ ഹർഫ് അഥവാ ഫാ ഉൽ കലിമ, അത് ഹർഫുൽ ഇല്ലായി വരുമ്പോഴാണ് മിസാൽ എന്ന് പറയുന്നത്. ഇനി മിഡിൽ ആയിട്ടുള്ള ലെറ്റർ ഇങ്ങനെ വരുമ്പോഴാണ് അജ്വഫ് എന്ന് പറയുന്നത്. അപ്പോൾ മുദരിസ് ചോദിച്ചു അസുർത്ത സഫീറ, നീ അംബാസഡറിനെ സന്ദർശിച്ചോ? അപ്പോൾ ഖാലിദ് പറഞ്ഞു ദഹബ്തു ഇലാ മക്തബിഹി വലം അജിദ്ഹു, ഞാൻ അവരുടെ ഓഫീസിലോട്ട് പോയി, പക്ഷെ അവരെ അവിടെ കണ്ടില്ല. സമിഅതു അന്നഹു ലം യകുൻ ഫി ജുദ്ദത ദാകൽ യൗം, ഞാൻ കേട്ടത് അവർ ജിദ്ദയിൽ ആ ദിവസം ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ അധ്യാപകൻ ചോദിച്ചു യാ അദ്നാനു ഇന്നക ഗിബ്ത ഉസ്ബുഐൻ, നീ 2 ആഴ്ച ആബ്സെൻ്റ് ആയി. ഗിബ്ത എന്ന് പറയുമ്പോൾ ഗാബ യഗീബു എന്നുള്ള ഫേലാണ്, അത് അജ്വഫ് ആയിട്ടുള്ള ഫേലാണ്. ഗാബ എന്ന് പറയുമ്പോൾ അതിൻ്റെ മിഡിൽ അലിഫാണുള്ളത്. ഫൈന കുന്ത, നീ എവിടെയായിരുന്നു? അപ്പോൾ അദ്നാൻ പറഞ്ഞു കുന്തു ഫിൽ മുസ്തഷ്ഫ, ഞാൻ ആശുപത്രിയിലായിരുന്നു. കുന്തു മരീദൻ ജിദ്ദൻ, ഞാൻ വളരെയധികം രോഗിയായിരുന്നു. അല്ലാഹി ലഖദ് കിത്തു അമൂതു, ഞാൻ കിത്തു എന്ന് പറയുമ്പോൾ ഞാൻ മരിക്കാൻ പോവുകയായിരുന്നു, ഓൾമോസ്റ്റ് ഡൈഡ് എന്നുള്ള അർത്ഥത്തിൽ. കാദ യക്കാദു എന്നുള്ള ഫേലിനാണ് വരുന്നത്. കാദ എന്ന് പറയുമ്പോൾ അതും അജ്വഫാണ്, അലിഫാണ് വരുന്നത്. പിന്നെ അത് അമൂത്തു എന്ന് പറയുമ്പോൾ മാത യമൂത്തു, അതും അജ്വഫാണ്, അലിഫാണ് അതിൻ്റെ മിഡിൽ വരുന്നത്. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു വല്ലാഹി മാ അറഫ്തു ദാലിക്, വല്ലാഹി എനിക്കത് അറിയില്ലായിരുന്നു. ലം യഖുൽ ലി അഹദുൻ ഇന്നക മരീദുൻ, ആരും എന്നോട് പറഞ്ഞില്ല നീ രോഗിയാണെന്ന്. വ ഇന്നക ഫിൽ മുസ്തഷ്ഫ, നീ ആശുപത്രിയിലാണെന്നും. കൈഫ ഹാലുക അൽആൻ, നീ എപ്പോഴെങ്ങനെയുണ്ട്? ലഅല്ലക അൽആൻ അഹ്സൻ, ഇപ്പോൾ എനിക്ക് ഭേദമായിട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ യഖുൽ എന്ന് പറയുമ്പോൾ ഖാല എന്നുള്ള ഫിഅലാണ്. ഖാല യഖൂലു, അതും അജ്വഫാണ്. അതിൻ്റെ യഖൂലു എന്നുള്ള ഫിഅലിൻ്റെ ലം എന്നുള്ള ജാസിം ഇവിടെ വന്നതുകൊണ്ടാണ് ലം യഖുൽ എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ലം വരുമ്പോൾ യഖൂലു ആ വാവിനെ ഹദ്ഫ് ചെയ്യുന്നതാണ്. കാരണം യഖൂൽ എന്ന് പറയുമ്പോൾ 2 സുക്കൂൻ ഒരുമിച്ച് വരുന്നത് കാരണം കൊണ്ടാണ് ആദ്യത്തെ ലെറ്റർ അത് വാവ് അതിനെ ഹദ്ഫ് ചെയ്യുന്നത്. അപ്പോൾ അദ്നാൻ പറഞ്ഞു അൽഹംദുലില്ലാ അന അൽആൻ അഹ്സൻ, എനിക്കിപ്പോൾ ഭേദമുണ്ട്. വലാകിൻ അനി ലാ അസാലു ദഈഫൻ, പക്ഷേ ഞാനിപ്പോഴും ദഈഫാണ്, ദുർബലനാണ്. ലാ അസാലു ദഈഫൻ, ലാ അസാൽ എന്ന് പറയുമ്പോൾ അത് സാല എന്നുള്ള ഫേലിനാണ്, അതും അജ്വഫാണ്. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു ഷഫാഖ് അല്ലാഹു ഷിഫാഅൻ കാമില, അല്ലാഹു നിനക്ക് പൂർണ്ണമായ ഷിഫ തരട്ടെ യാ ഉസ്മാൻ. പിന്നെ യാ ഉസ്മാനോട് പറഞ്ഞു ഇന്നക തഗീബു കസീറൻ, നീ കുറേ ആബ്സെൻ്റ് ആവുന്നുണ്ട്. ഗിബ്ത യൗമൈനി ഫി ഹാദൽ ഉസ്ബൂഇ, ഈ ആഴ്ച നീ 2 ദിവസം ആബ്സെൻ്റ് ആയി. വസലാസു അയ്യാമിൻ ഫിൽ ഉസ്ബൂഇൽ മാദി, 3 ദിവസം കഴിഞ്ഞ ആഴ്ചയും. ലാ യംബഗി ലി ത്വാലിബിൻ അൻ യഗീബ കസീറൻ, ഒരു വിദ്യാർത്ഥി കുറേ ആബ്സെൻ്റ് ആവാൻ പാടില്ല. ലാ യംബഗി ലി, ലാ യംബഗി എന്ന് പറയുമ്പോൾ അതൊരു പ്രയോഗമാണ്. ലാ യംബഗി ലി ത്വാലിബിൻ, ഒരു വിദ്യാർത്ഥി, അൻ യഗീബ കസീറൻ, അവൻ കുറേ ആബ്സെൻ്റ് ആവാൻ പാടില്ല. അപ്പോൾ ലം അഗീബ് 3 അയ്യാം ഫിൽ ഉസ്ബൂഇൽ മാദി കമാ ഖുൽത്, നിങ്ങൾ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച 3 ദിവസം ഞാൻ ആബ്സെൻ്റ് ആയിട്ടില്ല. ഇന്നമാ ഗിബ്തു യൗമൻ വാഹിദൻ ഫഖത്ത്, ഞാൻ ഒരു ദിവസം മാത്രമാണ് ആബ്സെൻ്റ് ആയത്. അപ്പോൾ മുദരിസ് പറഞ്ഞു ലാ തക്ദിബ് യാ അഖി, നീ കളവ് പറഞ്ഞു സഹോദര. ഇന്നക ഗിബ്ത യൗമ സബ്തി വയൗമ സുലസാഇ വയൗമ അർബിഅ, നീ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ആബ്സെൻ്റ് ആയിരുന്നു. ഇന്നക ഗിബ്ത യൗമ സബ്ത് വയൗമ സുലസാ വയൗമ അർബിഅ. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു അന ആസിഫു യാ ഉസ്താദ്, സോറി ഉസ്താദ്, ലൻ അഗീബ ഫിൽ മുസ്തഖ്ബൽ ഇൻഷാ അല്ലാഹ്, ഇനി ഫ്യൂച്ചറിൽ ഞാൻ ആബ്സെൻ്റ് ആവില്ല. പിന്നെ അധ്യാപകൻ പറഞ്ഞു ഖും യാ ആദം, നിൽക്കൂ ആദം. അതനാമു ഫിൽ ഫസ്ലി, നീ ക്ലാസ്സിൽ ഉറങ്ങുകയാണോ? ഖും എന്നുള്ളത് ഖാമ യഖൂമു എന്നുള്ള ഫിഅലിൻ്റെ അമ്രാണ്. ഖും യാ ആദമു അതനാമു ഫിൽ ഫസ്ലി, നീ ക്ലാസ്സിൽ ഉറങ്ങുകയാണോ? അപ്പോൾ ആദം പറഞ്ഞു അന ആസിഫ് യാ ഉസ്താദ്, സോറി യാ ഉസ്താദ്, ഗലബനി നൗം, ഉറക്ക് എന്നെ കീഴ്പ്പെടുത്തി. ഇനി ഗലബ എന്ന് പറയുമ്പോൾ കീഴ്പ്പെടുത്താണ്
ഗലബ ഉപയോഗിക്കാറ്. ഇനി രണ്ടാളുകൾ ഗുസ്തിയിലോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടുമ്പോൾ ഗലബ എന്ന് പറയും. സാധാരണ അങ്ങനെ ഉപയോഗിക്കാറ്. ഗലബനി എന്നവും അല്ലെങ്കിൽ ഗലബത്നി ഐനി എന്നൊക്കെ പറയുമ്പോൾ ഉറക്കം എന്നെ കീഴ്പ്പെടുത്തി, അത്രയും ഭയങ്കര കഠിനമായ ഉറക്കം വരുമ്പോഴാണ് ഗലബനി എന്നവും എന്ന് പറയുന്നത്. ലിഅന്നനി മാ നിംതുൽ ബാരിഹ, കാരണം ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ലിഅന്നനി മാ നിംതു, ഞാൻ ഉറങ്ങിയിട്ടില്ല. അൽ ബാരിഹ, അൽ ബാരിഹ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ രാത്രി. അപ്പോൾ അധ്യാപകൻ ചോദിച്ചു ലിമ ലം തനം, ഇവിടെ 2 ലം എന്നുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ഈ സിയാക്കിൽ മനസ്സിലാക്കണം. ഇവിടെ ചോദ്യമായതുകൊണ്ട് ലിമ എന്ന് വെച്ചാൽ ലിമാദാന്നാണ്. ലം തനം, നീ ഉറങ്ങിയില്ല, എന്തുകൊണ്ടാണ് നീ ഉറങ്ങാത്തത്? അപ്പോൾ ആദ്യം പറഞ്ഞു കാ നബി സുദാഉൻ ഷദീദുൻ ഫലം അനം ബിസബബി, എനിക്ക് കഠിനമായ തലവേദന ഉണ്ടായിരുന്നു. സുദാ എന്ന് പറയുമ്പോൾ തലവേദന, ഷദീദ് കഠിനമായ. ഫലം അനം, അതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. ബിസബബി, അത് കാരണം കൊണ്ട്. യരിനുൽ ജറസു ഫയഖൂമുൽ മുദരിസു, ബെല്ലടിച്ചു, അധ്യാപകൻ എഴുന്നേറ്റു. സൈദുൻ യാ ഉസ്താദ് അന ഉരീദു അൻ അസൂറക അൽ യൗമ ബഅദ സലാത്തിൽ അസ്രി, ഉസ്താദ് എനിക്ക് നിങ്ങളെ ഇന്ന് സന്ദർശിക്കണം അസർ നിസ്കാരത്തിന് ശേഷം. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു സുർനി ഗദൻ, എന്നെ നാളെ സന്ദർശിക്കൂ. ഫഇന്നി മശ്ഗൂലുൻ അൽ യൗം, കാരണം ഇന്ന് ഞാൻ ബിസിയാണ്. ഫഇന്നി മശ്ഗൂലുൻ അൽ യൗമ.